വെൽക്കം ടു സെറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹെൽത്തി സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മുടെ ബദാമുണ്ട്, ഹണി, അതുപോലെ ആപ്പിള്, ബനാന, മിൽക്ക്, ഇത്രയും കാര്യങ്ങൾ കൊണ്ടൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി. ഞാനിന്ന് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് എല്ലാം നല്ല ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഡയറ്റിംഗ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു നേരം ഇത് ആക്കിയാലും കുഴപ്പമില്ല. 2 ഗ്ലാസ്സിന് ചെറിയ അളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ബനാനയാണെങ്കിൽ നമ്മൾ ഒരുപാട് പൊട്ടാസ്യം, അതുപോലെ ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് ഡൈജഷനും ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കും. ചോറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതെല്ലാം സ്മൂത്തി ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ബദാമും ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ബദാമിന്. ബദാം നമ്മൾ മുഴുവനായിട്ട് തൊലി കളയാതെ കഴിക്കാൻ തന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് പകരം നമുക്കൊരു ഗ്ലാസ്സിൽ ബദാം കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് അതിനുശേഷം തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ അതിട്ട് ഈ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ബദാമിനൊക്കെ ആണെങ്കിലാണ് ഒത്തിരി ഫൈബറും പ്രോട്ടീന്, മഗ്നീഷ്യം, വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി, നല്ല സ്കിൻ ബ്രൈറ്റനിങ്ങിനെ സഹായിക്കും. അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ലോവറാക്കാനും നല്ലതാട്ടോ ബദാം. പിന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഹണിക്കും നമുക്കറിയാമല്ലോ, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹണി ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാം, നല്ലതാണ്. ഇപ്പോൾ ഷുഗർ ആഡ് ചെയ്യണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഞാൻ ഒരു 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാ ബദാം, പഴം, ആപ്പിൾ ഒക്കെ എടുത്തു. ഇനി നമുക്ക് ഒരു ഗ്ലാസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ കട്ടയാകാൻ വേണ്ടി വെച്ചിരുന്ന ഫ്രിഡ്ജിൽ, കട്ടയായില്ല. അപ്പോൾ ഒരുപാട് തണുപ്പില്ല. അപ്പോൾ തണുപ്പ് അധികം വേണ്ടാത്തൊരു കട്ടയാക്കാതെ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതിയാകും. അടിഭാഗത്ത് കുറച്ച് ഒന്ന് കട്ടയായിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഒഴിവാക്കാം, കുറച്ചുകൂടെ ഹെൽത്തി ആയിക്കോളും. അപ്പോൾ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. കട്ടയാകാൻ വേണ്ടി വെച്ചതായിരുന്നു, പക്ഷേ ഇത് കട്ടയായില്ല. അപ്പോൾ തണുത്ത വെള്ളം കൂടി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നോക്കൂ, നമ്മുടെ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇടയ്ക്കുണ്ടാക്കി കഴിക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ, ഒരുപാട് ടൈമൊന്നും പോകത്തില്ല. അപ്പം വൈകുന്നേരം നമുക്ക് 3 നേരം അല്ലെങ്കിൽ 2 നേരം ഈ ചോറും ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു മടുപ്പായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ സൂപ്പറായിരിക്കും. ഇതുപോലെ എന്നിട്ട് ലാസ്റ്റ് ഇതാ ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ഗ്ലാസ്സിലാക്കിയാട്ടോ 2 ഗ്ലാസ്സിനുള്ള സ്മൂത്തി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.